മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ പതിവിന് വിപരീതമായി ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തൊപ്പികൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇടപെടാനാവില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവരെ ന്യായീകരിച്ചുകൊണ്ട് ചിലർ അള്ളാഹു എന്നതും ദൈവം എന്നതും ഒന്നല്ലേ, പിന്നെന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ച് ന്യായീകരിച്ചു വരുന്നത് കണ്ടതിനാൽ രണ്ടു വാക്ക് പറയാമെന്ന് വെച്ചു. അറിവില്ലാത്തത് കൊണ്ടാണ്. സാരമില്ല, പറഞ്ഞു തരാം, മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു എന്നത് അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്ന് ലോപിച്ചുണ്ടായതാണ്. അൽ ഇലാഹ് എന്നത് ഒരു പ്രത്യേക നാമമാണ്. ഇലാഹ് ദൈവം എന്നർത്ഥം വരുന്ന ഇലാഹ് എന്ന പദത്തിലേക്ക് അലിഫ്ലാം പ്രവേശിച്ചുകൊണ്ട് പ്രത്യേക നാമമായി തീർന്നതാണ്. അൽ ഇലാഹ് എന്നതിലെ ഈ എന്നത് ഉച്ചാരണ സൗകര്യത്തിനു വേണ്ടി കളയപ്പെട്ടു. അപ്പോൾ സുക്കൂനുള്ള ലാമും ഹറക്കത്തുള്ള ലാമും തമ്മിൽ അടുത്തടുത്ത് വന്നു. അതിനാൽ സുക്കൂനുള്ള ലാമിനെ ഹറക്കത്തുള്ള ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു. എന്നിട്ട് ഷദ്ദ് കൊടുത്തു. അങ്ങനെ അല്ലാഹു എന്നായി. യഥാർത്ഥത്തിൽ അല്ലാഹു എന്നാണ് അള്ളാഹുവിൻ്റെ നാമം. പക്ഷേ ഇസ്മുൽ ജലാലത്തിനെ തഅളീം ചെയ്യാൻ വേണ്ടി ഉച്ചാരണത്തിൽ തന്നെ, സ്വരത്തിൽ തന്നെ ഒരു ഗാംഭീര്യവും ബഹുമാനവും ഉണ്ടായി കിട്ടാൻ വേണ്ടി വായ നിറയെ ഉച്ചരിക്കുന്ന രീതിയിൽ ഒരു ഘനീഭവിച്ചുകൊണ്ട് അല്ലാഹ് എന്ന് പ്രയോഗിച്ചതാണ്. അവിടെ ലാമിൻ്റെ മഖ്റജിലാണ് നാവ് വെക്കേണ്ടത്, ളാഇൻ്റെ മഖ്റജിൽ അല്ല. ഇത് പദത്തെപ്പറ്റി പറഞ്ഞതാണ്. എന്നാൽ എന്താണ് അള്ളാഹു? നിങ്ങൾ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന പദത്തിൻ്റെ പരിഭാഷയായി ദൈവം എന്നത് വരുമോ? നമുക്ക് നോക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും അള്ളാഹു എന്ന ഇസ്മുൽ ജലാലത്തിനെ വിശദീകരിക്കുന്ന മറ്റു കിതാബുകളിലും പറയുന്നത് ഞാനിവിടെ വിശദീകരിക്കാം. ഒറ്റ കിതാബ് ഞാനിവിടെ എടുത്ത് വായിക്കുകയാണ്. എല്ലാം കൂടെ വായിക്കേണ്ടതില്ലല്ലോ. തഫ്സീർ ജമലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ പറയുന്നത് വല്ലാഹു അലമുൻ അലൽ മഅബൂദി ബിഹഖ്. അള്ളാഹു എന്ന പദം യഥാർത്ഥ ആരാധ്യൻ്റെ മേൽ പറയപ്പെടുന്ന പേരാണ്. യഥാർത്ഥ ആരാധ്യൻ്റെ മേൽ പറയപ്പെടുന്ന പ്രത്യേക പേരാണ് അള്ളാഹു എന്നത്. വഹുവ ദാത്തുൽ മുസ്തജ്മഉ ലിജമീഇ സിഫാത്തിൽ കമാൽ. പൂർണ്ണതയുടെ മുഴുവൻ വിശേഷണങ്ങളും മേളിച്ചവൻ്റെ പേരാണ്. ന്യൂനതയുടെ ഒരംശം പോലും അതിലുണ്ടാവില്ല. എല്ലാ പൂർണ്ണതകളും മേളിച്ചവൻ്റെ നാമമാണ്. എന്നാൽ ഇലാഹ് എന്നത് എന്താണ്? അതാണ് നിങ്ങൾ പറയുന്ന ദൈവം. ഇലാഹ് അതിൻ്റെ പരിഭാഷയാണ് ദൈവം. ഇലാഹ് എന്നത് സർവനാമമാണ്. എങ്ങനെയാണത് സർവനാമമായത്? ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ച് ഈ തഫ്സീർ ജമലിൽ പറയുകയാണ്, വൽ ഇലാഹു, ഇലാഹ് എന്നത് ദൈവം എന്ന് നിങ്ങൾ പരിഭാഷപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയുന്ന ആ ഇലാഹ് എന്നത് ഹുവൽ മഅബൂദു, അവൻ ആരാധ്യനാണ്. എങ്ങനത്തെ ആരാധ്യനാണ്? സവാഉൻ ഉബിദ ബിഹഖിൻ അം ബാത്വിലിൻ, സത്യമായി അഥവാ ഒറിജിനലായി യഥാർത്ഥമായി ആരാധിക്കപ്പെടുന്ന യഥാർത്ഥ ദൈവത്തിന് പറയപ്പെടുന്ന പേരാകുന്നു. അതുപോലെ അം ബാത്വിലിൻ, അല്ലെങ്കിൽ വ്യാജമായി ആരാധിക്കപ്പെടുന്ന, സത്യസന്ധമായിട്ടല്ലാതെ ബാത്തുലായ നിലയിൽ വ്യാജമായി ആരാധിക്കപ്പെടുന്ന വ്യാജ ദൈവങ്ങൾക്ക് പറയുന്ന പേരാണ് ഇലാഹ്. അപ്പോൾ യഥാർത്ഥ ദൈവത്തിനും വ്യാജ ദൈവങ്ങൾക്കും ഒരുപോലെ പറയപ്പെടുന്ന സർവനാമമാണ് ഇലാഹ്, ദൈവം എന്നത്. അല്ലാഹുവോ യഥാർത്ഥമായി ആരാധിക്കപ്പെടുന്ന സത്യവാനായ ആരാധ്യൻ്റെ പേരാണ് അല്ലാഹു എന്നുള്ളത്.
രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ അള്ളാഹു എന്ന ഇസ്മിൻ്റെ നേരെ പരിഭാഷയായി ദൈവം എന്നത് വരില്ല, പൂർണാർത്ഥത്തിൽ വരില്ല. ഭാഗികമായേ വരുള്ളൂ, പൂർണാർത്ഥത്തിൽ വരില്ല. എന്നാൽ ഇലാഹ് എന്ന അറബി പദത്തിൻ്റെ പരിഭാഷയാണ് ദൈവം. അത് ഒറിജിനൽ ദൈവത്തിനും വ്യാജ ദൈവങ്ങൾക്കും മൊത്തത്തിൽ പറയപ്പെടുന്ന ഒരു സർവനാമമാകുന്നു. ആ നാമമായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ലീഗ് മന്ത്രിമാരായ നിങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നാളിതുവരെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സ്വീകരിച്ചിരുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന വാചകം തന്നെയായിരുന്നു ഏറ്റവും അനുയോജ്യമായതും ഫിറ്റാവുന്നതും അഭികാമ്യമായതും. സ്വന്തം അഭിമാനവും സ്വത്വവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ആരുടെ മുമ്പിലും ആ പാരമ്പര്യം മാറ്റേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ന്യായീകരിക്കുന്നവരും മന്ത്രിമാരും ഈ കാര്യമൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരുന്നു.